എനിക്ക് പറയാനുള്ളത്, ഇതിനു മുമ്പ് ഞാൻ ഹൗസ് വൈഫാണ്. എന്റെ കരിയർ മുമ്പ് അക്കൗണ്ട്സിലായിരുന്നു എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതും. ഞാൻ അങ്ങനെ ഒരു ജോലി ആയിരുന്നു എന്റെ മൈൻഡിലും. മീൻസ് എനിക്കൊരു മോനുണ്ട്. അപ്പൊ അവനൊന്ന് സ്കൂളിൽ പോയി തുടങ്ങുമ്പോ ഓക്കെ ഞാൻ സെറ്റിൽ ആവും, ഓഫീസിൽ പോവാൻ, വർക്ക് നോക്കാം എന്നൊക്കെ നോക്കി അങ്ങനെ ഒരു ചിന്തയോടുകൂടി നിൽക്കുന്ന ഞാനായിരുന്നു. പക്ഷെ മോൻ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് പ്രാക്ടിക്കലായി നമ്മൾ അറിയണത് ഒരിക്കലും ഓഫീസ് വർക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഹസ്ബൻഡും വൈഫും മാത്രമുള്ള ഒരു ഫാമിലിയിൽ എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ പിന്നീട് ഞാൻ ആലോചിച്ചു തുടങ്ങിയത് വർക്ക് ഫ്രം ഹോം ബേസ്, ഫ്രീലാൻസ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്, ഇ കൊമേഴ്സ് പോലെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ഒരു ഇതിലേക്ക് പോയി ഞാൻ ഒത്തിരി കോഴ്സുകൾ ഇവിടെ ബാംഗ്ലൂരാണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും കേരളത്തിൽ നിന്നാണെങ്കിലും ഒത്തിരി കോഴ്സുകൾ, രണ്ട് മൂന്ന് കോഴ്സുകൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എന്റെ കുഴപ്പമാണോ ട്രെയിൻ ചെയ്യുന്നവരെ മുഴുവൻ നമുക്ക് കംപ്ലൈന്റ് പറയാൻ പറ്റില്ല. എന്നാലും ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണം എന്ന് അന്വേഷിച്ച് ഞാൻ നടക്കുമ്പോഴാണ് സാറിന്റെ ഒരു ക്ലാസിന്റെ ആഡ് എന്റെ ഹസ്ബൻഡ് വഴി ഞാൻ അറിയണത്. അപ്പൊ ആള് കുറെ നാളായിട്ട് സാറിനെ ഫോളോ ചെയ്തിട്ടുന്ന ഒരാളാണ്. അപ്പൊ ആൾക്ക് സാറിന്റെ ക്ലാസ്സുകളിലും ഇങ്ങനെ ട്രെയിനിങ്ങുകളിലും ഒക്കെ കുറെ ഇംപ്രഷൻ തോന്നിയിട്ട് എന്നോട് പറഞ്ഞു, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നമുക്ക് സാറിനെ കോൺടാക്ട് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഒരു 3 മന്ത്സിന്റെ കോഴ്സ് എന്ന് വെച്ച് ഞാൻ കേറി. അപ്പൊ കേറുമ്പോഴൊന്നും എനിക്ക് ഒട്ടും എന്നിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം സാറിന്റെ കുറച്ച് റെഫറിങ് വീഡിയോസ് ഒക്കെ ഞാൻ കാണുമ്പോൾ, ഈശ്വര ഇതൊക്കെ എനിക്ക് പറ്റുമോ, എന്നെ കൊണ്ട് പറ്റില്ല, ഇതിൽ പറയുന്ന മെത്തേഡ്സ് ഒക്കെ പറയുമ്പോൾ എന്നെ കൊണ്ട് അക്കൗണ്ട്സും ഇത് നമ്മൾ ഭയങ്കര ആനയും പുലിയും തമ്മിൽ വ്യത്യാസം. അപ്പൊ ഞാൻ ഓക്കെ എന്നാലും ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കേറി ഒരു 2 വീക്സ് ഒക്കെ ആയപ്പോ തുടങ്ങി എനിക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ആയി. കാരണം ഡിസൈൻ ക്യാൻവ ആണെങ്കിലും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഞാൻ മെറ്റ പഠിച്ചു കഴിഞ്ഞു, ഗൂഗിൾ ആഡ്സ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതിലൊക്കെ എനിക്ക് ഏതെങ്കിലും ഒന്നെടുത്താലും സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഫ്രീലാൻസ് ആയാലും, അല്ല ഇപ്പൊ ഒരു ബാംഗ്ലൂർ തന്നെയായാലും ഒരു കമ്പനിയുടെ ഇതിൽ അണ്ടറിൽ വർക്ക് ചെയ്യാനാണെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് കിട്ടിയത് തീർച്ചയായിട്ടും ക്ലാസ് വഴിയാണ് എനിക്ക്. ഇതൊരിക്കലും ഞാനൊരു പ്രൊമോഷൻ ആയിട്ടോ ഒന്നും ആയിട്ട് പറയണതല്ല, എന്റെ സ്വന്തം എക്സ്പീരിയൻസ് ആയിട്ട് പറയണതാ. പിന്നെ അതുപോലെ ശ്രുതി ഇപ്പൊ പറഞ്ഞ പോലെ എനിക്ക് പറയാനുള്ളത്, ഞാനും ഈ ആഡ്സ് ഒക്കെ റൺ ചെയ്യുമ്പോൾ അതുവരെ എന്നെ ഒന്നും അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഇതെന്താ സംഭവം, ഇതെങ്ങനെയാണ്, നിനക്ക് ഇതെങ്ങനെയാ പരിചയം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം, അതിനു വേണ്ടിയെങ്കിലും മെസ്സേജ് അയക്കുന്നവരും എൻക്വയറി നടത്തുന്നവരും ഉണ്ട്. ഇപ്പൊ നമ്മുടെ പ്രൊഫൈലിലാണെങ്കിലും എൻഗേജ്മെന്റ് ഉണ്ട്, ആൾക്കാർ വന്ന് നോക്കണുണ്ട്. അപ്പൊ ലിങ്ക്ഡിനാണെങ്കിലും കുറെ സ്റ്റോറി സൗണ്ട് കുറെ കാര്യങ്ങള്, പ്രൊഫൈലാണെങ്കിലും ഞാൻ ജസ്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്തൊരു നോർമൽ പ്രൊഫൈലായിരുന്നു. അത് കഴിഞ്ഞ് സാറിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ഞാൻ അതൊക്കെ കൂടുതൽ കൂടുതൽ ചെയ്ത് വന്നപ്പം എനിക്ക് കൂടുതൽ കണക്ഷൻസ് വരുന്നുണ്ട്, അതനുസരിച്ച് കോണ്ടാക്ട്സ് വരുന്നുണ്ട്. ഇതൊക്കെ ഈ സാർ ഇപ്പം ഈ വെബിനാറിൽ പറഞ്ഞത് എന്താണോ അതെല്ലാം വെറുതെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടോ പറഞ്ഞതല്ല. ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ വിളിച്ച് ചോദിക്കാം. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അയ്യോ അന്ന് പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, നടന്നില്ലല്ലോ. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഉഴപ്പാൻ വേണ്ടി ഇതിൽ ആരും വരണ്ട, പഠിക്കണം. സാറ് സാറിന്റെ ഒരു ക്വാളിറ്റി എനിക്ക് എടുത്ത് പറയാനുള്ളത്, പഠിപ്പിച്ചേ പോവൂ. സമയം പോയാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല. ഒരു കാര്യം നമുക്ക് തന്നാ അത് നമ്മൾ ചെയ്ത് പക്ക വൃത്തിയായി ചെയ്താൽ മാത്രമേ സാർ നമ്മളെ പിന്നെ അടുത്തതിലേക്ക് കൊണ്ടുപോകുള്ളൂ. അതൊരു പ്ലസ് പോയിന്റ് സാറേ, താങ്ക്സ്. മറ്റൊരിടത്തും കിട്ടാത്തൊരു പ്ലസ് പോയിന്റ് ആണ്, അതെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. താങ്ക് യു സോ മച്ച് സർ. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളുടെ 3 മാസം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഇപ്പൊ 5-ാമത്തെ മാസം വരെ എത്തി തോന്നുന്നു അല്ലേ? 5-ാമത്തെ മാസമായി. കാരണം ഞങ്ങൾ, അത് സാറിന്റെ കുഴപ്പമല്ല, ഞങ്ങൾ ചില ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് സാറ് ഉദ്ദേശിക്കണ ഒരു ഇതിലേക്ക്. കാരണം നമുക്കൊരു ജോലിയാണല്ലോ, നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് മാറുമ്പോൾ അവിടെ ചെയ്യുമ്പോൾ എന്തെങ്കിലും തകരാറ് വന്നാൽ ആരായാലും ചോദിക്കും, നിങ്ങൾ എവിടെ പഠിച്ചതാ, എന്ത് പഠിച്ചതാ. അപ്പൊ അതിന്റെ ഒരു മോശം സാറിന് വരരുത്. അതുകൊണ്ട് സാർ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടേ സാർ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുള്ളൂ. അതൊരു പ്ലസ് തന്നെയാണ്. അല്ലെങ്കിൽ വേസ്റ്റ് അല്ലേ, നമ്മൾ ഇറക്കിയ ടൈം എഫേർട്ട് എല്ലാം വേസ്റ്റ് അല്ലേ? മറ്റെവിടെയും കാണാത്തൊരു പ്ലസ് പോയിന്റ് ആണ് സാറേ അത്. യെസ്, താങ്ക് യു നീതു, താങ്ക് യു ഫോർ ജെന്യൂൻ ഫീഡ്ബാക്ക്.